ആരാധക പ്രതിഷേധങ്ങൾക്കിടയിലും പരിശീലകനെ മാറ്റിയ സാഹചര്യത്തിലും ബ്ലാസ്റ്റേഴ്സ് സീസണിലെ 13-ാം മത്സരത്തിന് ഒരുങ്ങുകയാണ്. ഡിസംബർ 22-ന് രാത്രി 7:30-ന് മൊഹമ്മദൻസിനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ 13-ാമത് മത്സരം. ആരാധക പ്രതിഷേധങ്ങൾക്കിടയിൽ ഈ മത്സരം നടക്കുമ്പോൾ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? നിലവിലെ പ്രകടനമനുസരിച്ച് സ്റ്റേഡിയം മഞ്ഞക്കടലാവാൻ സാധ്യതയില്ലെന്ന് ഉറപ്പാണ്. എങ്കിലും ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുണ്ട്. മൊഹമ്മദൻ സസിക്കെതിരെയുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ടിക്കറ്റ് വിൽപ്പന എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ബ്ലാസ്റ്റേഴ്സിന്റെ ഓൺലൈൻ ടിക്കറ്റുകളുടെ ഔദ്യോഗിക പങ്കാളികളായ ഇൻസൈഡർ.ഇന്നിന്റെ വെബ്സൈറ്റിൽ സൂചിപ്പിക്കുന്നത് പ്രകാരം മൊഹമ്മദൻസിനെതിരെയുള്ള മത്സരം സ്റ്റേഡിയം ശൂന്യമാവില്ലെന്ന് തന്നെയാണ്. ആരാധക സംഘടനയുടെ സ്ഥിരം സ്പോട്ടായ സി ബ്ലോക്കിലെ C1, C2, C3 ബ്ലോക്കിലെ ടിക്കറ്റുകൾ 95% വിറ്റുപോയിട്ടുണ്ട്. എന്നാൽ ഡി ബ്ലോക്കിൽ D2-വിലും D3-യിലും ആകെ 10%-ത്തിൽ താഴെ മാത്രമാണ് ടിക്കറ്റുകൾ വിറ്റുതീർന്നത്. ബ്ലോക്ക് Fൽ 70%-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയിട്ടുണ്ട്. ബ്ലോക്ക് എയിലും നല്ല രീതിയിൽ ടിക്കറ്റുകൾ വിറ്റുതീർന്നിട്ടുണ്ട്. ബ്ലോക്ക് B2-വിലും B3-യിലും 60%-ഓളം ടിക്കറ്റുകൾ വിറ്റുതീർന്നു. മത്സരം ഞായറാഴ്ച ആയതിനാൽ സ്റ്റേഡിയത്തിലേക്ക് ആളെത്താനും കൂടുതൽ ഓഫ്ലൈൻ ടിക്കറ്റുകൾ വിറ്റുപോകാനും സാധ്യതയുണ്ട്. കൂടാതെ പ്രസ്തുത മത്സരത്തിന്റെ ടിക്കറ്റ് നിരക്ക് 199 രൂപയായും കുറച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആരാധക ബഹിഷ്കരണമൊന്നും ടിക്കറ്റ് വിൽപ്പനയെ യാതൊരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്ന് സാരം.